നമസ്കാരം, വെൽക്കം ടു മലബാർ കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഗോതമ്പ് ദോശയിൽ നിന്ന് വ്യത്യാസമായിട്ട് നമ്മൾ മുട്ടയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും ലഞ്ചിന് പോലും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അത്രയും നല്ല രുചിയുള്ളതാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ എളുപ്പത്തിൽ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. പിന്നെ ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി ഒരു ബെല്ലൈക്കൺ ചിത്രം കാണാൻ നിങ്ങൾക്ക് അതിനകത്തുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നാലും മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത്. ദോശ റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് അതിലോട്ടുള്ള സവാള നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ടൊരു പാൻ വെച്ച് അത് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ചൂടായ പാനിലോട്ട് 1 ടേബിൾ സ്പൂണിനടുത്ത് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിനകത്തോട്ടേക്ക് നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയ സവാള എടുത്തിട്ടുള്ളത്. മാക്സിമം ചെറിയതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ നോക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഇതിനകത്തോട്ടേക്ക് നമുക്ക് ഒരു പച്ചമുളക് ചെറിയതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പില അതും ഞാനൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി നമുക്ക് ഇതിനകത്തോട്ടേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതൊക്കെ നമുക്ക് എണ്ണയിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. ഒരു വഴണ്ട് കിട്ടുന്ന ഒരു പരുവുണ്ടല്ലോ, അതുവരെ നമുക്കൊന്ന് 2 മിനിറ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്കൊരു 1/2 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇതൊന്ന് 2 മിനിറ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ മസാല ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ദോശക്കൂട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് ഇതിനകത്തോട്ടേക്ക് നമുക്കൊരു 2 മുട്ട ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഒരു മുട്ട വെച്ചിട്ട് വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. 2 മുട്ടയൊക്കെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതിനകത്തോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിപ്പോൾ ഒത്തിരി ചേർത്ത് കൊടുക്കണ്ട, കൂട്ടിന് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ 2 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ മുട്ട അടിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശക്കൂട്ട് റെഡിയാക്കി എടുക്കാം. ഇതിനായിട്ട് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി അളന്നിട്ട് ഒരു പാത്രത്തിനകത്തോട്ടേക്ക് എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകൊക്കെയുള്ള ഒരു മസാല ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ ആ ഒരു മിക്സ് കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ട അടിക്കുന്നതിനകത്ത് നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഇത്തിരി മാത്രമേ ഇപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ. ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട ചേർത്തൊന്ന് മിക്സ് ചെയ്ത് പാകം നോക്കുക. ഒത്തിരി വെള്ളം ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ മുട്ട ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നോക്കി ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴഞ്ഞ പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറിനകത്തായിട്ട് തന്നെ കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൂട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു പാകത്തിന് വേണം നമുക്ക് ദോശക്കൂട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി അങ്ങ് ലൂസായി പോകരുത്, നന്നായിട്ട് അങ്ങ് കുറുക്കി എടുക്കാനും പാടില്ല. അപ്പോൾ മുട്ട ചേർത്തതിന് ശേഷം നോക്കിയിട്ട് ആവശ്യാനുസരണം മാത്രം വെള്ളം ചേർത്ത് കണ്ടില്ലേ ഈ ഒരു പാകത്തിനൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനോ അതല്ലെങ്കിൽ ദോശക്കല്ലോ ഏതാ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഉപയോഗിക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ തൂക്കി കൊടുക്കുക. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം കേട്ടോ. നെയ്യുടെ ഒക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ നെയ്യ് ഉപയോഗിച്ചാലും മതി. ഇനി ഓരോ തവിയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര സൈസിലാണ് വേണ്ടത് അതിനനുസരിച്ച് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ 2 തവി ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇതുപോലൊന്ന് പതുക്കെ നിരത്തി കൊടുത്താൽ മതി. ദോശ ഒന്ന് വെന്ത് പാകമായി വരാൻ തുടങ്ങുമ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡിൽ കുറച്ച് എണ്ണയൊന്ന് ഇതുപോലെ ഒന്ന് കണ്ടില്ലേ, ഈ സൈഡിൽ നിന്ന് ഒന്ന് ജസ്റ്റ് ഗ്രീസ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യുന്നത്, നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നല്ല മൊരിഞ്ഞ ദോശ കഴിക്കണമെന്ന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി, അതല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല.
അപ്പോൾ ഒരു സൈഡ് നന്നായി വെന്ത് പാകമായി വന്നതിന് ശേഷം സൈഡൊക്കെ കണ്ടില്ലേ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ നല്ല മൊരിഞ്ഞ് കിട്ടും. ഇതുപോലെ നമ്മൾ മുട്ട ചേർക്കുന്നത് കൊണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ കറിവേപ്പിലയാണെങ്കിൽ 2 തണ്ടൊക്കെ തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കാം. അതിനനുസരിച്ച് നല്ല രുചി ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റി ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിന് എണ്ണയുണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നെയ്യൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഒഴിച്ചിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു 2 തവി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം ഇതുപോലെ. അപ്പോൾ സൈഡിൽ ഇതുപോലെ ചെറുതായിട്ട് എണ്ണ തൂക്കി കൊടുക്കാം. ഒന്ന് വെന്ത് പാകമായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മുഴുവൻ ദോശയും നമുക്കൊന്ന് ചുട്ടെടുക്കാം. ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടമാവും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നമുക്ക് നല്ലൊരു ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.